പ്രിയ ബൈബിൾ പഠിതാക്കളെ, ഈശോയിൽ സ്നേഹവന്ദനം. ലോഗോസ് ബൈബിൾ ക്വിസ് 2024 തയ്യാറെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ജെ ലോഗോസ് 316 ചാനലിലേക്ക് സ്വാഗതം. ദിസ് ഇസ് ജോസഫ്. ന്യായാധിപന്മാർ 3-ാം അധ്യായത്തിൽ നിന്നുള്ള 30 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നന്നായി നടക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ന്യായാധിപന്മാർ 3 ഒരു ആമുഖം. ന്യായാധിപന്മാർ 3 ഇസ്രായേലിലും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ഇടപെടലുകളെക്കുറിച്ചും ജനങ്ങളെ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം നിയോഗിച്ച ഒത്നിയേൽ, ഏഹൂദ്, ശങ്കാർ തുടങ്ങിയ വിവിധ ന്യായാധിപന്മാരുടെ ഉദയത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്ന അനുസരണക്കേട്, ദൈവിക ന്യായവിധി, മാനസാന്തരം, വിടുതൽ എന്നിവയുടെ ആവർത്തിച്ചുള്ള മാതൃകയെ ആഖ്യാനങ്ങൾ എടുത്തു കാണിക്കുന്നു. നമ്മളിനി ചോദ്യോത്തരങ്ങളിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം: ഇസ്രായേലിയർ 8 വർഷം സേവിച്ച മെസപ്പൊട്ടേമിയ രാജാവ് ആര്? ഇസ്രായേലിയർ 8 വർഷം സേവിച്ച മെസപ്പൊട്ടേമിയ രാജാവ് ആര്? ഉത്തരം കുഷാൻ റിഷാത്തായിം ആണ് ഈ മെസപ്പൊട്ടേമിയ രാജാവ്. രണ്ടാമത്തെ ചോദ്യം: കുഷാൻ റിഷാത്തായിമിൻ്റെ അടിച്ചമർത്തലിൽ നിന്ന് ഇസ്രായേലിയരെ വിടുവിച്ച ന്യായാധിപൻ ആരാണ്? കുഷാൻ റിഷാത്തായിമിൻ്റെ അടിച്ചമർത്തലിൽ നിന്ന് ഇസ്രായേലിയരെ വിടുവിച്ച ന്യായാധിപൻ ആരാണ്? ഉത്തരം ഒത്നിയേലാണ് ഇസ്രായേലിയരെ വിടുവിച്ച ന്യായാധിപൻ. മൂന്നാമത്തെ ചോദ്യം: ഒത്നിയേലിൻ്റെ വിജയത്തെ തുടർന്ന് ദേശത്തിൽ എത്ര വർഷം ശാന്തി നിലനിന്നു? ഒത്നിയേലിൻ്റെ വിജയത്തെ തുടർന്ന് ദേശത്തിൽ എത്ര വർഷം ശാന്തി നിലനിന്നു? ഉത്തരം 40 വർഷം. 3-ാമത്തെ 14-ാം വാക്യത്തിൽ അത് കാണുന്നുണ്ട്. 40 വർഷമാണ്. നാലാമത്തെ ചോദ്യം: ഏഹൂദിൻ്റെ ഇരുതല വാളിൻ്റെ നീളം എത്രയായിരുന്നു? ഏഹൂദിൻ്റെ ഇരുതല വാളിൻ്റെ നീളം എത്രയായിരുന്നു? ഉത്തരം 1 മുഴമായിരുന്നു. 1 മുഴം ആയിരുന്നു അതിൻ്റെ നീളം. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മളിത് കാണുന്നു. അഞ്ചാമത്തെ ചോദ്യം: പൂരിപ്പിക്കുക. യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് കുറേ ജനതകളെ ശേഷിപ്പിച്ചു. ന്യായാധിപന്മാർ 3:1. അവിടെ ആദ്യത്തെ ഭാഗത്ത് പൂരിപ്പിക്കാനായിട്ടാണ്. ഏത് യുദ്ധങ്ങളിലെയാണ്? അത് കാനാനിലെ. ആറാമത്തെ ചോദ്യം: എഗ്ലോൻ്റെ മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ദാസന്മാർ കരുതി? എഗ്ലോൻ്റെ മുറിയുടെ കതകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ദാസന്മാർ കരുതി? ഉത്തരം ദിനചര്യയ്ക്ക് രഹസ്യമുറിയിലായിരിക്കുമെന്ന് അവർ കരുതി. ഏഴാമത്തെ ചോദ്യം: 600 ഫിലിസ്തീരെ ചാട്ടുകൊണ്ട് കൊന്ന ന്യായാധിപൻ ആരാണ്? 600 ഫിലിസ്തീരെ ചാട്ടുകൊണ്ട് കൊന്ന ന്യായാധിപൻ ആരാണ്? ഉത്തരം ശങ്കാർ. 3:31. അവസാനത്തെ വാചകമാണ് ആ അധ്യായത്തിലെ. ശങ്കാറാണ് ഇതിൻ്റെ ഉത്തരം. എട്ടാമത്തെ ചോദ്യം: ന്യായാധിപന്മാർ 3:5 ഇസ്രായേലിയർ സഹവസിച്ചവരിൽ താഴെ പറയുന്നവയിൽ ഏതാണ് പരാമർശിക്കപ്പെടാത്തത്? താഴെ പറയുന്നതിൽ ഏതാണ് പരാമർശിക്കപ്പെടാത്തത്? 4 പേരുകളുണ്ട്: കാനാന്യർ, ഹിവ്യർ, ജെബ്യൂസിയർ, ഗിബിയോൻകാർ. ഈ 4-ൽ ഗിബിയോൻകാരാണ് അതിൻ്റെ ഉത്തരം. 9. ന്യായാധിപന്മാർ 3:8 കുഷാൻ റിഷാത്തായിമിനെ ഏത് പ്രദേശത്തെ രാജാവായി പരാമർശിച്ചിരിക്കുന്നു? ഏത് സ്ഥലത്തെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തെ രാജാവാണ് അദ്ദേഹം? ഉത്തരം മെസപ്പൊട്ടേമിയയിലാണ് രാജാവായിട്ട് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. പൂരിപ്പിക്കുക. 10-ാമത്തെ ചോദ്യം: അവൻ അമ്മോന്യരെയും അമലേക്കിരെയും കൂട്ടി ഇസ്രായേലിനെ പരാജയപ്പെടുത്തി ഡാഷ് നഗരം കൈവശമാക്കി. ഏത് നഗരമാണ് കൈവശമാക്കിയതെന്നാണ് ചോദ്യം. 3-ാം അധ്യായം 13-ാം വാക്യമാണ്. ഈന്തപ്പനകളുടെ നഗരം. 11-ാമത്തെ ചോദ്യം: ഏഹൂദ് തൻ്റെ വലത്തെ തുടയിൽ എന്താണ് കെട്ടിവെച്ചത്? തൻ്റെ വലത്തെ തുടയിൽ എന്താണ് കെട്ടിവെച്ചത് ഏഹൂദ്? ഉത്തരം ഇരുവായ് തലവാൾ. 2-edged sword എന്ന് പറയുന്ന ഇരുവായ് തലവാളാണ് അദ്ദേഹം കെട്ടിവെച്ചത്. 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ. 12-ാമത്തെ ചോദ്യം: എഗ്ലോന് കാഴ്ച സമർപ്പിച്ച ശേഷം എവിടെ ചെന്നപ്പോൾ ഏഹൂദ് തിരിഞ്ഞു നടന്നു? ഏഹൂദ് തിരിഞ്ഞു നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എവിടെ ചെന്നപ്പോഴാണ്? ഉത്തരം ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നടന്നു. 3-ാം അധ്യായം 19-ാം വാക്യം. 13-ാമത്തെ ചോദ്യം: എഗ്ലോൻ രാജാവ് വേനൽക്കാല വസതിയിലിരിക്കുമ്പോൾ ഏഹൂദ് അവനോട് എന്താണ് പറഞ്ഞത്? ഏഹൂദ് എഗ്ലോൻ രാജാവിനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. 3-ാം അധ്യായം 20-ാം വാക്യം. ദൈവത്തിൽ നിന്ന് നിനക്കായി ഒരു സന്ദേശം എൻ്റെ പക്കലുണ്ട്. 14-ാമത്തെ ചോദ്യം:
യേഹൂദിന് ശേഷം ആരായിരുന്നു അടുത്ത ന്യായാധിപൻ? യേഹൂദിന് ശേഷം വന്ന ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം ശങ്കാർ. ശങ്കാർ 3-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 15-ാമത്തെ ചോദ്യം, ശങ്കാറിൻ്റെ പിതാവ് ആരായിരുന്നു? ശങ്കാറിൻ്റെ പിതാവ്, അതേ വാക്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. അനാത്ത് ആണ് ശങ്കാറിൻ്റെ പിതാവ്. 3-ാം അധ്യായം 31-ാം വാക്യം, അനാത്ത്. 16-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 3-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരുടെ പേരുണ്ട്? 3-ാം അധ്യായത്തിൽ എത്ര ന്യായാധിപന്മാരുടെ പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 3 രാജാക്കന്മാരുടെ 3 ന്യായാധിപന്മാരുടെ പേരുണ്ട്. 17-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 3:4 അനുസരിച്ച് കർത്താവ് കുറേ ജനതകളെ അവശേഷിപ്പിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നതാണ് അതിൻ്റെ കാരണം. ഉത്തരം ഇതാണ്: മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ ജനതകളെ അവശേഷിപ്പിച്ചത്. 18, താഴെ പറയുന്നവരിൽ ഏത് വ്യക്തിയാണ് ന്യായാധിപന്മാർ 3:1 ന്യായാധിപനായി തിരിച്ചറിയപ്പെടാത്തത്? 4 പേരുടെ പേരുണ്ട്: ശങ്കാർ, യഹൂദ്, എഗ്ലോൺ, ഒത്നിയേൽ. ഇതിലാരാണ് ന്യായാധിപനല്ലാത്തത്? ഉത്തരം എഗ്ലോൺ. എഗ്ലോൺ മൊവാബ് രാജാവായിരുന്നു. 3-ാം അധ്യായം 12-ാം വാക്യം. 19-ാമത്തെ ചോദ്യം, ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ തിരിഞ്ഞു നടന്നത് ആര്? ഗിൽഗാലിൽ ശിലാവിഗ്രഹങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ തിരിഞ്ഞു നടന്നത് ആര്? ആരാണ് തിരിഞ്ഞു നടന്നത്? ഉത്തരം യഹൂദ്. 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് യഹൂദ്. 20-ാമത്തെ ചോദ്യം, യഹൂദിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? യഹൂദിൻ്റെ പിതാവിൻ്റെ പേര്. ഉത്തരം ബെഞ്ചമിൻ ഗോത്രജ്ഞനായ ഗേര. 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണുന്നു. ബെഞ്ചമിൻ ഗോത്രജ്ഞനാണ് അദ്ദേഹം. ഗേര എന്നാണ് പേര് യഹൂദിൻ്റെ പിതാവ്. 21-ാം ചോദ്യം, യഹൂദ് ഏത് ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു? യഹൂദ് ഏത് ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു? ഉത്തരം കഴിഞ്ഞ വിധത്തിൽ നമ്മൾ പിതാവിൻ്റെ കാര്യം പറഞ്ഞു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടയാളായിരുന്നു യഹൂദ്. ബെഞ്ചമിൻ ഗോത്രം. 3-ാം അധ്യായം 15-ാം വാക്യം. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടയാളാണ് യഹൂദ്. 22-ാമത്തെ ചോദ്യം, ഒത്നിയേൽ ആരുടെ സഹോദരപുത്രനായിരുന്നു? ആരുടെ സഹോദരപുത്രനായിരുന്നു ഒത്നിയേൽ? അതായത് ആരുടെ നെവ്യൂ ആയിരുന്നു ഒത്നിയേൽ എന്നാണ് ചോദ്യം. ഉത്തരം കാലേബിൻ്റെ. കാലേബിൻ്റെ സഹോദരപുത്രനായിരുന്നു ഒത്നിയേൽ. 3-ാം അധ്യായം 9-ാം വാക്യം. 23-ാമത്തെ ചോദ്യം, കാലേബിൻ്റെ ഇളയ സഹോദരൻ്റെ പേര്. കാലേബിൻ്റെ ഇളയ സഹോദരൻ്റെ പേര്. ഉത്തരം കെനാസ്. 3:9. കെനാസ് എന്നായിരുന്നു പേര്. കെനാസ് നമ്മുടെ നേരത്തെ നമ്മൾ കണ്ട കാര്യമാണത് പറയുന്നത്. 24-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 1:3 5 പ്രഭുക്കന്മാർ ഏത് ഗോത്രഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ന്യായാധിപന്മാർ 1:3 5 പ്രഭുക്കന്മാർ എന്ന ഒരു ഭാഗമുണ്ട്. അത് ഏത് ഗോത്രഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചോദ്യം. ഉത്തരം ഫിലിസ്തീർ. ഫിലിസ്തീരെയാണ് അവർ സൂചിപ്പിക്കുന്നത്. 25-ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇവരെ അവശേഷിപ്പിച്ചത്. ഡാഷ് വഴി. അത് ഉത്തരം ഇതാണ്: മോശ വഴി കർത്താവ് തങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകൾ. 26, അങ്ങനെ ദേശത്ത് 40 വർഷം ശാന്തി നിലനിന്നു. അതിനുശേഷം കെനാസിൻ്റെ മകനായ ഒത്നിയേൽ മരിച്ചു. ഈ വാക്യം എവിടെയാണ് കാണുന്നത്? ആ ഭാഗമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ന്യായാധിപന്മാർ 3:11 ഈ ഭാഗം നമ്മൾ കാണുന്നത്. ന്യായാധിപന്മാർ 3:11. 27-ാമത്തെ ചോദ്യം, എൻ്റെ പിന്നാലെ വരിക, കർത്താവ് നിങ്ങളുടെ ശത്രുക്കളായ മൊവാബിനെ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇതാരുടെ കൽപ്പനയായിരുന്നു? ആരാണ് ഈ കാര്യം പറയുന്നതെന്നാണ്. ഇത് യഹൂദിൻ്റെ കൽപ്പനയായിരുന്നു. 3-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ. 28-ാമത്തെ ചോദ്യം, അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. 3-ാം അധ്യായം 23. ആര് പോയി കഴിഞ്ഞ്? അവൻ പോയി കഴിഞ്ഞ് പരിചാരകർ വന്നു. ഉത്തരം യഹൂദ് പോയി കഴിഞ്ഞ്. യഹൂദ് എഗ്ലോൺ രാജാനെ കൊന്നു കഴിഞ്ഞ് പോയിട്ടാണ് പരിചാരകർ വന്നത്. യഹൂദാണ് ഉത്തരം. 29-ാമത്തെ ചോദ്യം, ദൈവത്തിൽ നിനക്കായി ഒരു സന്ദേശമുണ്ട്, എൻ്റെ പക്കലുണ്ട് എന്ന വാക്കുകൾ കേട്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് ആരാണ് ഈ വാക്യം കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്നത്? എഗ്ലോൺ രാജാവാണ് എഴുന്നേറ്റ് നിന്നത്. 3-ാം അധ്യായം 20-ാം വാക്യം. എഗ്ലോൺ 3:20. 30-ാമത്തെ ചോദ്യം, ന്യായാധിപന്മാർ 3-ന്റെ അവസാന വാക്യത്തിൽ ഏത് ന്യായാധിപനെയാണ് പരാമർശിച്ചിരിക്കുന്നത്? ന്യായാധിപന്മാർ അവസാനത്തെ വാക്യത്തിൽ, ന്യായാധിപന്മാർ 3-ാം അധ്യായത്തിൽ അവസാനം പരാമർശിച്ചിരിക്കുന്നത് ശങ്കാർ എന്ന
ന്യായാധിപനെക്കുറിച്ചാണ്, ഷങ്കാർ. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ക്വിസ്. ഇവിടെ നമ്മൾ ഈ സൈക്കിൾ ഓഫ് ജഡ്ജസ് കാണുകയാണ്. ഈ ഇസ്രായേലിയർ ആ സമയത്ത് ചെയ്ത കുറ്റങ്ങളെയൊക്കെ കുറിച്ച്. ന്യായാധിപന്മാർ 3 നൽകുന്ന പാഠം. ന്യായാധിപന്മാർ 3 അനുസരണക്കേടിൻ്റെ അനന്തരഫലങ്ങളും ഇസ്രായേലിൻ്റെ വിശ്വസ്തയുടെ ചാക്രിക സ്വഭാവവും അടിവരയിടുന്നു. അടിച്ചമർത്തലുകൾ നേരിടുമ്പോൾ മോചനത്തിനായി ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ആഖ്യാനം ഊന്നി പറയുന്നു. ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കാൻ ഒത്നിയേലിനെയും യഹൂദിനെയും പോലെയുള്ള വ്യക്തികളെ ഉയർത്തുന്ന വൈവിധ്യമാർന്ന വഴികളും ഇത് എടുത്തു കാണിക്കുന്നു. മൊത്തത്തിൽ ന്യായാധിപന്മാർ 3 അനുതാപത്തിൻ്റെയും ദൈവത്തിലുള്ള ആശ്രിതത്തിൻ്റെയും പ്രതികൂല സമയങ്ങളിൽ അവൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നതിൻ്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ന്യായാധിപന്മാർ 3 നൽകുന്ന പാഠം. താങ്ക്സ് ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു. നുറുങ്ങുകൾ. മുഴുവൻ അധ്യായത്തെക്കുറിച്ചും നിങ്ങൾക്ക് സമഗ്രമായ ധാരണയുണ്ടെന്ന് ഉറപ്പാക്കുക. പ്രധാന സംഭവങ്ങൾ, കഥാപാത്രങ്ങൾ, മൊത്തത്തിലുള്ള വിവരണം എന്നിവയിൽ ശ്രദ്ധിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഒത്നിയേൽ, ഏഹൂദ്, ഷങ്കാർ എന്നീ 3 ന്യായാധിപന്മാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർ തങ്ങളുടെ തന്ത്രപരമായ സൈനിക തന്ത്രങ്ങളിലൂടെയും വ്യക്തിഗത വീരപ്രവൃത്തികളിലൂടെയും അടിച്ചമർത്തലിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ വൈവിധ്യമാർന്ന നേതൃത്വശൈലികൾ ഉദാഹരിക്കുന്നു. നമ്മൾ അടുത്ത എഡിഷനിൽ ജഡ്ജസ് 4, അതായത് ന്യായാധിപന്മാർ 4-ാമത്തെ അധ്യായം കാണുകയാണ്. അതുവരെ ഗുഡ് ബൈ ടു ഈച്ച് വൺ ഓഫ് യു. എല്ലാ ആശംസകളും എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ജോസഫ്. താങ്ക് യു.